നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ചർച്ച വീണ്ടും സജീവമാക്കാൻ BJP. മണ്ഡല പുനർനിർണയ ബില്ല് വീണ്ടും കൊണ്ടുവരാനും ആലോചന. ഈ വിഷയങ്ങളിൽ DMKയുമായി സർക്കാർ അനൗദ്യോഗിക ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ട് പുറത്തുവന്നു. TMCയിൽ പിളർപ്പുണ്ടാകുമെന്നും BJP പ്രതീക്ഷിക്കുന്നു. പ്രതിപക്ഷ മുന്നണിയിലെ ഭിന്നത മുതലെടുത്ത് ബില്ല് പാസാക്കാനാണ് BJP ശ്രമം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിയമനിർമ്മാണം നടത്താനാണ് നീക്കം. പശ്ചിമ ബംഗാളിലെ വിജയത്തിന്റെ ആവേശത്തിൽ പ്രാദേശിക പാർട്ടികളെ സഹകരിപ്പിക്കാനാണ് BJP ശ്രമം. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഏതെങ്കിലും നീക്കം നടത്തും മുമ്പ് എല്ലാ പാർട്ടികളുമായി കൂടിയാലോചിക്കാനാണ് നീക്കം. 2026 ഭരണഘടന 131 ഭേദഗതി ബില്ല് പാസാക്കാനുള്ള ശ്രമം ഏപ്രിലിൽ ലോക്സഭയിൽ ആവശ്യമായ 2/3 ഭൂരിപക്ഷത്തിൽ ലഭിക്കാത്തതിനെ തുടർന്ന് പരാജയപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ ഡിലിമിറ്റേഷൻ ബില്ല് തയ്യാറാക്കുകയാണെന്നും സൂചനയുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും TMCക്കും DMKയ്ക്കും കനത്ത തിരിച്ചടിയായിരുന്നു. TVK സർക്കാരിൽ കോൺഗ്രസ് ചേർന്നതിന് പിന്നാലെ DMK ഇന്ത്യ മുന്നണിയിൽ നിന്നകന്നു. TMCയിലാണെങ്കിൽ രൂക്ഷമായ ഭിന്നത നിലനിൽക്കുന്നു. BJPയുമായി പ്രത്യേക വിഷയങ്ങളിൽ ചർച്ച നടത്താൻ തയ്യാറാണെന്ന് DMK വൃത്തങ്ങൾ പറഞ്ഞു. ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനുള്ള ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഔപചാരികമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും നിലവിൽ 39 അംഗ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി JP's ബിൽ അവലോകനം ചെയ്യുകയാണെന്നും പറയുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.